ഇവിടെ വരുന്ന ഓരോ മക്കളെയും അമ്മ സ്നേഹത്തോടെ സ്വീകരിക്കുകയും അമ്മയുടെ കൃപദാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. എല്ലാവരെയും ഈ പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഇവിടെ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു അത്ഭുതങ്ങളാണ്. ഞങ്ങളുടെ സൈക്കാട്രിസ്റ്റിൻ്റെ പേഷ്യൻ്റായിട്ട് ആശുപത്രി മെഡിക്കൽ കോളേജിൽ 2ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഇതിനുണ്ടായതാണ്. അന്ന് തൊട്ട് ഞാൻ ഇന്ന് വരെ കഷ്ടപ്പെടുകയാണ് ഈ കുഞ്ഞിന് വേണ്ടി. ഞാൻ ഈ വാതുക്കലേക്ക് നമ്മളോട് ഒരാൾ പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നത്, ഒരു മാഡം പറഞ്ഞിട്ട്. ആ വാതുക്ക് വന്നപ്പോഴേ ഞാൻ അലറി കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് ആരുമില്ല, ഈ കുഞ്ഞിനെ നീ എനിക്ക് രക്ഷപ്പെടുത്തി തരണം. ഇതിൻ്റെ ലാസ്റ്റ് ഇവിടെ കൊണ്ടേ ഉള്ള എനിക്ക് നീ രക്ഷയുള്ളൂ, എന്നെ കൈവിടരുതെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് അച്ഛൻ പറഞ്ഞ് ധ്യാനം കൂടണമെന്ന് പറഞ്ഞ് ഞാൻ ധ്യാനം കൂടി. എൻ്റെ കുഞ്ഞിന് ഇത്രയും സൗഖ്യം ദൈവം തന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നെ ഇവിടെ ആശുപത്രി ഞങ്ങൾ കാണിക്കാൻ ചെല്ലുമ്പോൾ ഡോക്ടർ ഡോസ് കൂട്ടി മരുന്ന് കൊടുത്ത് ഇവിടെ കാലൊടിഞ്ഞ് ആഹാരം കഴിക്കുകയല്ല, തല ഇറങ്ങി വീഴുക. അങ്ങനെ വീണ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഡോക്ടറോട് ഞാൻ വിവരം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവിടെ കൊണ്ട് ഇനി ഒന്നിനും കൊടുക്കുകയല്ല, ഇവിടെ ഇത് ജോലിയും ചെയ്യുകയല്ല, ഇങ്ങനെയൊക്കെ ഉള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ആകെ തളർന്നു. എന്നാൽ ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ കുഞ്ഞിനെ ദൈവം ഇത്രയും സൗഖ്യത്തോടെ ഇവിടെ നിർത്തി. അതിന് ഞാൻ ആയിരം സ്തോത്രം പറയുന്നു. ഈ കുഞ്ഞിന് ഒരു സത്യത്തിൽ നേരെ നിൽക്കാൻ പറ്റാത്ത, ഭക്ഷണം കഴിക്കാത്ത, മരണത്തോട് അടുക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവിടെ കൊണ്ടുവന്നത് അല്ലേ? അത്രയും വളരെയധികം സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിൽ ഡോക്ടർമാർ ഉപേക്ഷിച്ചാണ് വരുന്നത്. എന്നാൽ ഇപ്പോൾ അവൾ തന്നെ ജോലിയൊക്കെ ചെയ്യും, അവൾ നോർമലായി, അവൾ വളരെയധികം വ്യത്യാസപ്പെട്ടു. ഈ കുഞ്ഞിനെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ മാസങ്ങളോളം കിടന്നു തോന്നുന്നു അല്ലേ? 8ാം ക്ലാസ് എത്ര വർഷമാണ് ഇപ്പൊ? എത്ര വയസ്സായി ഈ മോക്ക്? ഓക്കെ, 8ാം ക്ലാസ് മുതൽ 35 വർഷം. ഓർത്ത് നോക്കി. എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്ക് അമ്മയ്ക്ക് നല്ലൊരു കൈകടി കൊടുത്തേ. നിങ്ങൾ അമ്മ ഈ സമൂഹത്തിന്റെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ, ഗാഡലിപ്പോകുന്ന നാമത്തിൽ ഞാൻ പറയുന്നു, എൻ്റെ ഈശോയുടെ നാമത്തിൽ ചങ്കുപൊട്ടിയാണ് ഞങ്ങൾ പറയുന്നത്. അമ്മയുടെ മകള് പരിപൂർണ സൗഖ്യമായി നല്ലൊരു കുടുംബയാണ് കേട്ടോ. ഈശോയുടെ നാമത്തിലാണ് പറയുന്നത്. ഈശോ അത് നിങ്ങൾക്ക് സാധിച്ചു തരും. നമ്മളെല്ലാവരും മനുഷ്യരാണ്, ദൈവം നിങ്ങൾക്ക് അത് സാധിച്ചു തരും. വിശ്വസിക്കുന്നവര് നല്ലൊരു കൈയടി ഈശോ കൊടുത്തേ. എൻ്റെ പേര് ആനന്ദ്. ഞാൻ താമസിക്കുന്നത് പുല്ലരിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എൻ്റെ മോൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടായതാണ്. ഞങ്ങൾ ആശുപത്രി കടന്ന് കുറേ കഷ്ടപ്പെട്ട് അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ വളരെ വേദനിച്ച്. അപ്പോൾ ഞങ്ങളോടൊരാൾ പറഞ്ഞ് ഈ പള്ളി വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളിവിടെ വന്ന് ആരാധന കൂടി, ധ്യാനം കൂടി. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം കിട്ടി. അവളിപ്പം നല്ല മിടുക്കിയായിട്ടിരിക്കുന്നു. അവൾക്ക് തീരെ വയ്യായിരുന്നു. എന്നാൽ ആ പൂർണ്ണ സൗഖ്യം ദൈവം ഞങ്ങൾക്ക് തന്നു. അതിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ്റെ ഓരോ ആവശ്യങ്ങളും ഈ പള്ളി വന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് നടത്തി തന്ന് ദൈവത്തിന് 1000 സ്തോത്രം പറയുന്നു.